ഏറെ ബഹുമാനായിട്ടുള്ള നമ്മുടെ മുരളിച്ചേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാർത്ത നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേരൂർക്കട പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ട ആനന്ദിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷൻ ശ്രീ സുനിൽ പുളിമൂട്, ഇവിടെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലം ബിജു, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷിബു, എസ് ടി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ഭുവനേന്ദ്രൻ, നിയോജകമണ്ഡലം എസ് ടി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രജി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ തച്ചൻകോട് വേണുഗോപാൽ, ശ്രീ തുറവൂർ അജി, സ്വാഗതം ആശംസിച്ച സുജൻ വിതുര, ആനപ്പാറ ഏരിയ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തുന്ന ആനപ്പാറ രാജേഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പേരൂർക്കട പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണമാണോ കൊലപാതകമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ആനന്ദിന്റെ മരണത്തിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യത്തിന് കേരള പോലീസ് പറയുന്നത് അങ്ങനെ ആരുമില്ല. കേരള പോലീസ് എല്ലാവർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിലുള്ള ദുരൂഹത നീക്കണം എന്നാവശ്യപ്പെടാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യക്ഷത വഹിക്കുന്ന മണ്ഡലം അധ്യക്ഷൻ ശ്രീ സുനിൽ ആ കുടുംബത്തിന്റെ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ധാരാളം പേർക്ക് പരിചയമുള്ളവരാണ് ആ കുടുംബം. ധാരാളം പേർക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഈ മരണത്തെ തുടർന്ന് ആ കുടുംബത്തിന്റെ പശ്ചാത്തലവും ആ കുടുംബത്തെക്കുറിച്ചും എങ്ങനെ ഈ ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസം നേടി ഈ തരത്തിൽ ഒരു ജോലിയിലെത്തി എന്നുള്ളതുമൊക്കെ അറിയുന്നവരാണ്. ഞാനിപ്പോ ആ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. വളരെ സാധാരണ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബം, അങ്ങനെയുള്ള ഒരു തൊഴിലാളി കുടുംബം എങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ദിവസവും തള്ളി നീക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് ആനന്ദിന്റെ കുടുംബം. അമ്മയും 2 മക്കളും ഉള്ള കുടുംബം തയ്യൽ ജോലി ചെയ്ത് മകനെ വളർത്തി, മകന് വിദ്യാഭ്യാസം നൽകി. അമ്മ തന്നെ എന്നോട് പറഞ്ഞത് ഒരു തരത്തിലുള്ള PSC കോച്ചിങ്ങിനും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച്
ജോലി നേടിയ ചെറുപ്പക്കാരൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസം കഴിയുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആൾക്കാർ പറയുന്നത് PSC കോച്ചിങ്ങിന് പോകുന്നു എന്നാണ്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ PSC കോച്ചിങ്ങിന് പോയില്ല. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കണം അങ്ങനെ PSC കോച്ചിങ്ങിന് പോകാൻ അയാളെ അനുവദിക്കാതിരുന്നത്. കാരണം 2 മുറിയുള്ള വീട്ടിൽ, ആ വീട്ടിൽ അമ്മയുടെ അധ്വാനത്തിലൂടെ നേടുന്ന വരുമാനം, ആ വരുമാനം അന്നത്തേക്കുള്ള അന്നത്തിനുള്ള വഴി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യത്തിനും ചെലവാക്കാൻ ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ PSC കോച്ചിങ്ങിനോ അതുപോലെയുള്ള ഒരു കാര്യത്തിനും പോകാതെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ വന്ന് കേരള പോലീസിൽ ട്രെയിനി ആയിട്ട് പേരൂർക്കട ക്യാമ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരാൾ മാത്രമല്ല, അങ്ങനെ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം, ജോലിയിൽ ചേർന്ന ശേഷം എന്റെ അമ്മയുടെ കഷ്ടപ്പാട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മ ജീവിതകാലം മുഴുവൻ തയ്യൽ പണിയെടുത്ത് ഞങ്ങളെ വളർത്തി, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നു. ഉളമലക്കൽ സ്കൂളിലും ചെമ്പഴന്തി SN കോളേജിലും പഠിച്ച് വളരെ നല്ല രീതിയിൽ പരീക്ഷകൾ പാസ്സായി. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അമ്മ, ഇനി അമ്മ ജോലിക്ക് പോകാതെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ജോലി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ബീറ്റ് വനം ഓഫീസറും ഫയർമാനും സിവിൽ എക്സൈസ് ഓഫീസറും ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിലുമൊക്കെ അതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പക്ഷേ പോലീസിനോടുള്ള ആദരം, ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, അങ്ങനെയുള്ളവർക്ക് നീതി ലഭ്യമാക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, നിയമം നീതി നിർവഹണം നടപ്പിലാക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ അത്തരം ഒരു ജോലി സ്വീകരിക്കാൻ താൽപര്യപ്പെട്ട് പോലീസിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായ ഒരാളാണ് ഈ ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പോലീസുകാരണം എന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹം അമ്മയുടെയും മകന്റെയും ആഗ്രഹം, ആ ആഗ്രഹം സാധിച്ചെങ്കിലും ആരുടെയൊക്കെയോ ചിന്തമിടക്കിന്റെ ഫലമായിട്ട് ആ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ആ ക്യാമ്പിൽ നേരിടേണ്ടി വന്നത് ജാതീയമായിട്ടുള്ള വിവേചനം ഉൾപ്പെടെ നേരിടേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ പോലീസിൽ അങ്ങനെയുള്ള ധാരാളം കുടുക്കുത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കേരള പോലീസിന് അകത്ത് തന്നെ, പോലീസിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരന് ഈ തരത്തിൽ അയാളുടെ ജീവിതം അവസാനിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികൾ അവിടെ ഉണ്ടായി എന്നുള്ളതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഓണാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ അരമണിക്കൂർ വൈകിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ ആനന്ദിനെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്തയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം അടുത്ത ദിവസവും അയാൾക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ തുടർന്നു. പോലീസ് അച്ചടക്കമുള്ള സേനയായിരിക്കണം, പോലീസിലുള്ള എല്ലാവരും കൃത്യനിർവഹണത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നവരായിരിക്കണം. ഈ കാര്യത്തിലൊന്നും നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അത് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരരുത് എന്നുള്ള കാര്യത്തിലും ബന്ധപ്പെട്ട ആളുകൾ ശുഷ്കാന്തി കാണിക്കേണ്ടതായിരുന്നു.
അതിവിടെ ഉണ്ടായില്ല. കേരളത്തിലെ പോലീസ് ആദിവാസി ദളിത് വിഭാഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുൻപാണ് ഇതേ പേരൂർക്കടയിലെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു ദളിത് യുവതി, ബിന്ദു എന്ന പേരുള്ള ദളിത് യുവതി, ആ യുവതിയെ മോഷ്ടാവാണ് എന്ന് മുദ്ര ചാർത്തിക്കൊണ്ട് അവിടെ ദിവസം മുഴുവൻ നീണ്ടുനിന്ന പീഡനങ്ങൾക്ക് വിധേയയാക്കിയത്. അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ ആ കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നതിന് പകരം കക്കൂസിലെ ടാപ്പ് തുറന്ന് അവിടെ നിന്ന് വെള്ളം കൊടുത്തുള്ളൂ എന്ന് നിർദ്ദേശിച്ച പോലീസുകാരെ കുറിച്ച് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. കേരളം നമ്മൾ വളരെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള സംസ്ഥാനമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ കേരളം CPM സർക്കാരിന്റെ കീഴിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിൽ ഏത് രൂപത്തിൽ മാറി എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. CPMന്റെ പ്രചരണ ഗാനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യനാകണം എന്നുള്ളതാണ് CPM തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ അവരുടെ പ്രചരണ ഗാനങ്ങളിൽ ഉപയോഗിക്കാറ്. പക്ഷേ മനുഷ്യനാകണം എന്ന് പ്രചരണ വീഡിയോയിൽ പറയുന്ന ആളുകളുടെ സർക്കാരിൽ, ആ സർക്കാരിൽ മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നിരവധി സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ വാർത്തകളിലൂടെ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? പോലീസിലെ പുഴുക്കുത്തുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ യജമാനന്മാർ, ആ രാഷ്ട്രീയ യജമാനന്മാരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നലെയും മിനിയാന്നൊക്കെയായിട്ട് തിരുവനന്തപുരത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ, ഏതാണ്ട് 50 വയസ്സോളം കഷ്ടിച്ചു വരുന്ന ഒരു കോർപ്പറേഷൻ കൌൺസിലർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിച്ചത് പോലീസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു. പോലീസും CPMഉം ചേർന്ന് നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് തിരുമലാനിൽ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കൌൺസിലർ, ആ കൌൺസിലർ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത്. അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള സഹകരണ ബാങ്ക്, ആ സഹകരണ ബാങ്കിൽ നിക്ഷേപം നടത്തിയ ചില ആളുകൾക്ക് ആ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ പേരിൽ പോലീസിൽ കിട്ടിയെന്ന് പറയപ്പെടുന്ന പരാതി, ആ പരാതിയുടെ പേരിൽ അനിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അനിലിനോട് പണവുമായിട്ട് വരാൻ ആവശ്യപ്പെട്ട ആളുകൾ, അവരുടെ സമ്മർദ്ദം താങ്ങാതെയാണ് അനിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നാണ് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. സഹകരണ സംഘങ്ങളിൽ വായ്പയെടുക്കുകയും നിക്ഷേപം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ സഹകരണ സംഘങ്ങളിലുമുള്ള ഒരു കാര്യമാണ്. വായ്പയെടുത്ത ആളുകൾ കൃത്യമായി തിരിച്ചടച്ചാൽ മാത്രമേ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്തിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ അത് തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളതിന് സഹകരണ നിയമത്തിലും നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളിലും അതിന് മാർഗങ്ങൾ അനുശാസിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ നിരവധി സഹകരണ സംഘങ്ങൾ, ഇതേ ജില്ലയിൽപ്പെടുന്ന കാട്ടാക്കടക്കടുത്ത് കണ്ടലയിൽ 57 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്ന കണ്ടല സഹകരണ സംഘമുണ്ട്.
ആ സഹകരണ സംഘം CPI-ക്കാർ നേതൃത്വം നൽകിയ സഹകരണ സംഘമായിരുന്നു. നമ്മുടെ വെള്ളനാടിനടുത്ത് മുണ്ടലയിൽ ഏതാണ്ട് 30 കോടി രൂപയുടെ ബാധ്യതയുള്ള സഹകരണ സംഘം ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസുകാർ നേതൃത്വം നൽകിയ സഹകരണ സംഘമായിരുന്നു. ഇതിനേക്കാൾ ഏറെ വലുത് കരുവന്നൂരിൽ, തൃശൂർ ജില്ലയിലെ കരുവന്നൂരിൽ ഏതാണ്ട് 300 കോടി രൂപയുടെ ബാധ്യതയുണ്ടായ ഒരു സഹകരണ സംഘം ഉണ്ടായി. ഇവിടെ തിരുമലയാനിൽ അധ്യക്ഷനായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള സഹകരണ സംഘത്തിൽ കഷ്ടിച്ച് 6 കോടി രൂപയുടെ ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 6 കോടി രൂപയുടെ ബാധ്യതയിൽ അദ്ദേഹം എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പോലീസ് തന്നെ അവർക്ക് വേണ്ടപ്പെട്ട മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. അതിൽ പറയുന്നത്, ഞാനോ എന്റെ കൂടെയുള്ള ഭരണസമിതിയോ ഒരു തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടലയിലും കരുവന്നൂരിലുമൊക്കെ ഉണ്ടായതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാൻ ഈ സഹകരണ സംഘത്തെ ഉപയോഗിച്ചിട്ടില്ല. ഈ സഹകരണ സംഘത്തിൽ കള്ളപ്പേരുകളിൽ വായ്പയെടുത്തിട്ടില്ല. ഈ സഹകരണ സംഘത്തിൽ കള്ളപ്പേരിലെടുത്ത വായ്പയുടെ 1% പാർട്ടിയുടെ അക്കൌണ്ടിലേക്ക് പോയിട്ടില്ല. ഇതൊക്കെയാണ് കരുവന്നൂരിൽ നടന്നത്. കരുവന്നൂരിൽ നടന്നത് പാർട്ടി നിർദ്ദേശിക്കുന്ന പേരുകളിൽ ഉൾപ്പെടുന്ന ഇല്ലാത്ത ആളുകൾക്ക് വായ്പ നൽകി അതിന്റെ ഒരു അംശം പാർട്ടിക്ക് ലഭിക്കുന്ന പാർട്ടിയുടെ അക്കൌണ്ടിലേക്ക് പോകുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള യാതൊന്നും തിരുമലാനിൽ പ്രസിഡന്റായിട്ടുള്ള സംഘത്തിലുണ്ടായില്ല. ഇതെല്ലാം നടന്ന കരുവന്നൂരിലും കണ്ടലയിലും ഒന്നും തന്നെ ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രസിഡന്റുമാരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടില്ല. നാളെ വൈകുന്നേരത്തിനകം പണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കണ്ടലയില് പണം കിട്ടാത്ത, പണം നിക്ഷേപിച്ച് മക്കളുടെ വിവാഹം നടത്താൻ പറ്റാതിരുന്ന ആളുകൾ, വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ആളുകൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ പരാതികൾക്ക് പോലീസ് പുല്ലുവിലയാണ് കൊടുത്തത്. പക്ഷേ ഇവിടെ തിരുമലയാനിൽ അധ്യക്ഷനായിട്ടുള്ള സംഘത്തിൽ, ആ സംഘത്തിൽ ആരാണ് പരാതി കൊടുത്തത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പരാതി കിട്ടി എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസ് തിരുമലയാനിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പണം തിരിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യം, അത് ആരുടെ താൽപര്യപ്രകാരമായിരുന്നു? ഞാൻ പറഞ്ഞു വന്നത്, പോലീസിനെ ഏത് തരത്തിൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇത് ആനന്ദിന്റെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ദളിത് ആദിവാസി സമൂഹത്തിൽപ്പെടുന്നവർക്ക്, അങ്ങനെയുള്ളവരോടുള്ള കേരളീയ സമൂഹത്തില് കാണുന്ന ഒരു വിവേചനം, അത് സ്വാതന്ത്ര്യം നേടി 75 വർഷമായിട്ടും മാറിയിട്ടില്ല എന്നുള്ളത് കേരളം, നമ്മൾ സ്വയം അഭിമാനിക്കുന്ന കേരളത്തിന്റെ പുരോഗമന കേരളത്തിന്റെ, ആ കേരളത്തിന്റെ സൂചനയാണോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്നു. അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോ അദ്ദേഹം ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്, എന്റെ സർക്കാർ ഈ നാട്ടിൽ എല്ലാവരുടെയും വികസനത്തിന് വേണ്ടിയാണ്, ഈ നാട്ടിൽ എല്ലാവർക്കും ഒപ്പമായിരിക്കും. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അത് കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി നിന്നില്ല, അത് പ്രാവർത്തികമാക്കിയ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി, ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ സമൂഹങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവരുടെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പ്രത്യേക സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം നടപ്പിലാക്കാൻ ഒരു വശത്ത് ഈ രാജ്യത്ത് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ശ്രമിക്കുമ്പോൾ, കേരളത്തിൽ ദൗർഭാഗ്യകരമെന്ന് പറയണം,
കേരളത്തിൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും പണിയെടുക്കുന്നവരുടെയും പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കേരളത്തിലെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന ആളുകളുടെ ഈ സർക്കാർ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ഈ സർക്കാരിൽ ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴും ഞാൻ ആദിവാസി ഊരുകളിലേക്ക് പോകുമ്പോൾ ആ ആദിവാസി ഊരുകളിലെ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ അവരെല്ലാവരും എന്നോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ലക്ഷം ഗ്രാന്റ് അതിൽ വരുന്ന കാലതാമസം, ഞങ്ങളുടെ സ്കോളർഷിപ്പ് ആ സ്കോളർഷിപ്പ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ സംഭവിക്കുന്നു? കേരളത്തിൽ സർക്കാരിനെ മുഖ്യമന്ത്രി 25 തവണ വിദേശയാത്ര നടത്തി എന്നാണ് വിവരാവകാശ പ്രകാരം നിയമപ്രകാരം പുറത്തുവന്നുള്ള വിവരം. ആ വിദേശയാത്ര നടത്തി ഈ കേരളത്തിൽ എന്ത് നിക്ഷേപം അദ്ദേഹം കൊണ്ടുവന്നത്? കേരളത്തിൽ ഒരൊറ്റ വ്യവസായം പോലും ഈ വിദേശയാത്രകൾ നടത്തി കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ആ അവസ്ഥയ്ക്ക് കാരണം കേരളം ഭരിച്ചിട്ടുള്ള മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികൾ. ഇപ്പോ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുന്നണി, ഈ 2 പേരും ചേർന്നുള്ള മുന്നണി, ആ മുന്നണിക്കാരാണ് കേരളത്തിൽ 2 പേരുകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള പേരിൽ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലിനു വേണ്ടി സംസ്ഥാനം വിട്ടുപോകേണ്ടി വരുന്ന അവസ്ഥ, രാജ്യം വിട്ടുപോകേണ്ടി വരുന്ന അവസ്ഥ, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ താൽപര്യമില്ലാത്ത അവസ്ഥ, 2.25 ലക്ഷം കേരളത്തിലെ കോളേജുകളിലെ സീറ്റുകളിൽ 80,000 സീറ്റുകൾ പ്രവേശനത്തിന് ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മള് കേരളത്തിന്റെ സ്ഥിതി എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ അത്? പുരോഗതിയില്ലാതെ വികസനം മുരടിപ്പിൽ നിൽക്കുന്ന സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റിയ ആളുകൾ അതോടൊപ്പം ഈ നാട്ടിലെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അഴിമതി മറച്ചുപിടിക്കാൻ, അവരുടെ കെടുകാര്യസ്ഥത മറച്ചുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് ഇതുപോലെ നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ രാജ്യത്ത് പുരോഗതി ഉറപ്പുവരുത്താൻ, ഈ രാജ്യത്ത് സംശുദ്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്താൻ, അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇപ്പോ ഇന്നലെയും പ്രഖ്യാപിച്ചു 1000 കോടി രൂപ പുതുതായിട്ട് കടമെടുക്കാൻ പോകുന്നു. എന്തിനാ കടമെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സർക്കാർ പറയുന്നത്? സിപിഎമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത്, അവർ പറയുന്നത് മോദി സർക്കാർ ഞങ്ങൾ ജനിക്കുന്നു. നരേന്ദ്രമോദി നൽകുന്ന പണം, ആ പണം ഉപയോഗിക്കാതെ അതിന്റെ കണക്ക് കൊടുക്കാത്ത ആളുകൾ, മോദി സർക്കാർ ഞങ്ങൾ ജനിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ പുതുതായിട്ട് പുതിയ ഒരു പ്രചരണ ആയുധവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ എല്ലാ നിത്യോപയോഗ വസ്തുക്കളുടെയും വില കുറയ്ക്കാൻ, വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ ഉതകുന്ന വിധത്തിൽ ജിഎസ്ടിയുടെ പരിഷ്കാരം, ആ പരിഷ്കാരം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ അത് പ്രാവർത്തികമായി. നമ്മുടെ മാധ്യമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട്, വളരെ വിശദമായിട്ട് വാർത്തകൾ നൽകിയിട്ടുണ്ട്. 423 നിത്യോപയോഗ വസ്തുക്കളുടെ വില കുറയും. കാരണം അതിന്റെ എല്ലാം നികുതി കുറയാൻ പോവുകയാണ്. പക്ഷെ കേരളത്തിലെ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? ആ ജിഎസ്ടി പരിഷ്കാരം സംസ്ഥാനത്തിന് ദോഷകരമാണ്. കേരളത്തിലെ 4 കോടി ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് കേരളം ഭരിക്കുന്ന സർക്കാരിന്റേതെങ്കിൽ കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക്, ആ 4 കോടി ജനങ്ങൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ, നിത്യോപയോഗ വസ്തുക്കളുടെ വില കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ
കേന്ദ്ര സർക്കാർ നികുതി ഘടനയിൽ പരിഷ്കാരമുണ്ടാക്കുമ്പോൾ ആ നികുതി ഘടനയുടെ പരിഷ്കാരത്തെ എതിർക്കുന്ന ആളുകൾ എങ്ങനെയായി ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഒപ്പമാണ്, ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പമാണ്, ഈ നാട്ടിലെ അധ്വാനിക്കുന്നവരോടൊപ്പമാണ്, ഈ നാട്ടിലെ ദളിത് വിഭാഗങ്ങളോടൊപ്പമാണ് എന്നുള്ള അവരുടെ അവകാശവാദം, ആ അവകാശവാദം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് വിലയിരുത്തേണ്ട സാഹചര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സർക്കാരിന്റെ താൽപര്യങ്ങൾ അവർ ധൂർത്തടിക്കുന്ന പണം, ആ പണം ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെട്ടനെ. കഴിഞ്ഞ ദിവസം പമ്പയില് ആഗോള അയ്യപ്പ സംഗമം നടന്നു. ആഗോള അയ്യപ്പ സംഗമം നടന്ന പമ്പയിൽ ശബരിമല തീർത്ഥാടനത്തിന്റെ വികസനത്തിന് വേണ്ടി, ശബരിമലയെ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മളെല്ലാവരും ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്. ആ ശബരിമലയിൽ പോകുന്ന ആളുകൾ കല്ലും മുള്ളും കാലിനുമെത്ത എന്നുള്ള ശരണം വിളിയോടുകൂടിയാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത്. പക്ഷേ മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഭക്തന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ശീതീകരിച്ച പന്തലുകൾ ഉണ്ടാക്കാൻ 2 കോടി രൂപയാണ് ചെലവഴിച്ചത്. പന്തൽ ശീതീകരിക്കാൻ, അവിടെ മുറിയിലല്ല, ആ പന്തൽ ശീതീകരിക്കാൻ 2 കോടി രൂപ. പമ്പയിൽ അവിടെ ചെല്ലുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച കാണിക്കുന്ന സർക്കാർ, അയ്യപ്പന്മാർക്ക് ശുചിമുറികൾ പണിയാൻ താൽപര്യം കാണിക്കാത്ത സർക്കാർ, നിലയ്ക്കലിൽ ഇടത്താവളം പണിയാൻ താൽപര്യമെടുക്കാത്ത, ശുഷ്കാന്തി കാണിക്കാത്ത സംസ്ഥാന ഗവൺമെന്റ് രാജ്യം മുഴുവൻ നിന്ന് ലോക കേരള സഭക്കാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ, പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നില്ല, അവിടെ AI ആണ് അതിന്റെ ഫോട്ടോ എന്നാണ്, ആളില്ലാത്ത കസേരകളുടെ അത് AI ആണെന്നാണ് നമ്മുടെ ഗോവിന്ദ മാഷ് പറഞ്ഞത്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ആ സംഗമത്തിന് AI എന്ന് തന്നെ പേരിടണം. കാരണം ആളില്ലാ സംഗമമായതുകൊണ്ട് അതിന് AI എന്നുള്ള പേരിടണം. മുഖ്യമന്ത്രിയുടെ 1.5 മണിക്കൂർ പ്രസംഗം, മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയുടെ 1.5 മണിക്കൂർ നേരെ ഇരിക്കാൻ വേണ്ടി AC ഇല്ലാതെ, ശീതീകരിച്ച പന്തലില്ലാതെ ഇരിക്കാൻ താൽപര്യമില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് അയ്യപ്പ സംഗമം, അങ്ങനെയുള്ള ആളുകളാണ് അയ്യപ്പ ഭക്തന്മാർ. യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ വ്രതമെടുത്ത് മല ചവിട്ടി അയ്യപ്പന്റെ ദർശനം നടത്തി തിരിച്ചു വരുന്നത് AC-യിലൂടെയല്ല. അതിനു വേണ്ടിയിട്ട് ധൂർത്തടിക്കാൻ 2 കോടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ ചെലവാക്കുന്നു. കേരളീയം പോലെയുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്നു. പക്ഷേ ഇവിടെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ, ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, അവർക്കെല്ലാവർക്കും വീട് പണിതു നൽകാൻ, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ അതിന് സർക്കാരിന്റെ കൈവശം കാട്ടില്ല. പക്ഷേ പ്രഖ്യാപനം എന്താ? മനുഷ്യനാകണം എന്നുള്ളത് പ്രചരണ കാലത്തിൽ മാത്രം പോരാ. മനുഷ്യനാകണം എന്നുള്ളത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, ആ ആളുകൾക്ക് സന്ദേശം നൽകണം, ആ ആളുകൾക്ക് താൽപര്യം, ആ ആളുകൾക്ക് നിർദ്ദേശം നൽകണം. കേരളത്തിലെ സർക്കാർ ആ കാര്യത്തിൽ കാണിക്കുന്ന വീഴ്ച, കേരളത്തിലെ പോലീസ് എടുക്കുന്ന സമീപനം, ഈ നാട്ടിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയുടെ ഫലമാണ്, ആ വിവേചനത്തിന്റെ ഫലമാണ് ആനന്ദിനെ പോലെയുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന, ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലെത്തുന്നത്. ഇത് ഇന്ന് അവിടെ ആനന്ദിന്റെ വീട്ടിൽ പോയപ്പോ ആ അമ്മ സൂചിപ്പിച്ചത് എന്റെ മകൻ നഷ്ടപ്പെട്ട സാഹചര്യം, ആ സാഹചര്യം
മറ്റൊരു ചെറുപ്പക്കാരനും ഇനി ഉണ്ടാകരുത്. ഇതിന്റെ പിന്നിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തണം. അതാവശ്യപ്പെടാനാണ് ഞങ്ങള് ഈ വിതുരയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആനന്ദിന്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ സർക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ആളുകളെ കണ്ടെത്തുന്നതുവരെ ഈ കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആ കുടുംബത്തിന് സമാശ്വാസം നൽകാൻ, ആ കുടുംബത്തിന് ആശ്വാസം നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ കുടുംബത്തിന്റെ ഭാവി ജീവിതം സുഗമമാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികൾ അടക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ആദിവാസി വനിതയെ ഇന്ത്യയുടെ പ്രഥമ പൌരയാക്കിയിട്ടുള്ള സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഇന്ന് ഒറീസക്കാരിയായിട്ടുള്ള ദ്രൗപദി മുർമു ആദിവാസി വനിതയാണ്. ആ ആദിവാസി വനിത രാഷ്ട്രപതിയായി ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ വന്നപ്പോൾ ആ ആദിവാസി വനിതയെ അധിക്ഷേപിച്ചവരാണ് കോൺഗ്രസുകാരും സിപിഎമ്മുകാരും. ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പോലും അധിക്ഷേപിക്കാൻ മുതിരുന്ന ആളുകള് സാധാരണക്കാരായിട്ടുള്ള ആദിവാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരോട് എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയ അത്ഭുതമില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ്. അവരുടെ ഉൾപ്പെടെ വികസനം ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.